ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചിരിക്കേണ്ടത്? അപ്പോൾ നമുക്കൊന്നും കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിരിക്കേണ്ടത് നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം, അല്ലേ? വൈകാരികമായും ശാരീരികമായും സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നാണോ? അല്ല, ഇത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കട്ടെ. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ഹായ് അടിപൊളി സൂപ്പർ എന്നൊക്കെ, അല്ലേ? നല്ല ഏട്ടാ, ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ, നമ്മുടെ പാർട്ട്ണർ, അല്ലേ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഏകദേശമെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള സംഗതിയാണ്. പലരും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിട്ടോ, അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നൊന്നുമില്ല, സെറ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ പലരും ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട്, അത് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ അയാളുമായിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് ആൾ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യും പലപ്പോഴും. ഈ അസ്യൂം ചെയ്യുമ്പോൾ ഈ അസംഷൻസ് നമ്മുടെ ഊഹാപോഹങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് ജീവിതകാലം മുഴുവൻ കൂടെ നടന്നാലും ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ പേടികൾ അയാളുടെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, എന്ന് വെച്ചാൽ എന്താണ് അയാൾക്ക് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ അയാൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുക, അതുമാത്രമല്ല അയാൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്താണ്, അയാളെ അരക്ഷിതയാക്കാവുന്ന കാര്യങ്ങൾ, ഘടകങ്ങൾ, സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, അയാളുടെ സാമ്പത്തിക ഒരു അവസ്ഥ എന്താണ്, അയാളുടെ ആഗ്രഹങ്ങൾ, പ്ലാനുകൾ എന്തെല്ലാമാണ്. അയാൾക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഇഷ്ടത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത്, ജോലിയോടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാളുടെ ഏറ്റവും വലിയ കിക്ക് എന്താണ്. കിക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതില്ലേ, ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം, അതെന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഭാവി പ്ലാനുകൾ എന്താണ്, ഇന്ദുചൂടൻ്റെ അല്ലെങ്കിൽ ഇന്ദുചൂടിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് എന്തായാലും നമ്മൾ ചർച്ച ചെയ്താൽ അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി ഇത് മാത്രമല്ല, വേറെയും കാര്യങ്ങൾ എന്തൊക്കെയാണ്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാമുകിയാണെന്ന് തന്നെ വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നേരം ഡേറ്റ് ചെയ്ത് നിന്നിട്ട് കല്യാണം കഴിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ രണ്ടുപേരും ലൈഫിലേക്ക് വേറെ ആളുകൾ കയറി വരും, ഇൻലോസ്, അല്ലേ? അമ്മായിമ്മ, അമ്മായിപ്പൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അച്ചായമ്മ, അച്ചായച്ചൻ, അല്ലേ? അതെന്താ അങ്ങനെ വന്ന് അമ്മായിമ്മയും അമ്മായിപ്പനും? അപ്പോൾ എന്താ അവൻ്റെ അച്ചായമ്മ അച്ചായച്ചൻ എന്താ വരാത്ത പോലെ? ഇവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ അവരുമായിട്ട് എങ്ങനെ സെറ്റാവില്ലേ, അല്ലെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യാം. ഇവർ രണ്ടുപേരും ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഇത്രത്തോളം സെറ്റായാലും ചിലപ്പോൾ ചിലവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ, അമ്മായിമ്മപ്പോര്, അമ്മായിച്ചമ്പോരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കാം, ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കി വയ്ക്കാം. എന്താണ് അവരുടെ ഒരു ഇതേപോലുള്ള സംഗതികൾ, ഇവരെല്ലാവരും ഒരുമിച്ചാണോ ജീവിക്കാൻ പോകുന്നത്, അതോ വേറെ വീട് വെച്ച് താമസിക്കുകയാണോ ചെയ്യുക, വാടകയ്ക്കാണോ താമസിക്കുക, അതേപോലെ ജോലി ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരിക, ഡെയിലി വരുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതുപോലെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടോ, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ, സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത എത്രത്തോളമാണ്, എന്താണ് ഇപ്പോൾ സാമ്പത്തികമായ ഒരു അവസ്ഥ, രണ്ടുപേരും ജോലിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ, കുട്ടികൾ ഉണ്ടാവണം ആഗ്രഹമുണ്ടോ. ചിലർക്ക് കുട്ടികൾ വേണ്ടാന്നായിരിക്കും, അഡോപ്റ്റ് ചെയ്യാമെന്നായിരിക്കും, അതെങ്കിൽ അത് ചില ആളുകൾ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളൊന്നാണ് ഇതിനെക്കുറിച്ചിട്ട് ഇൻറ്റിമസിയെക്കുറിച്ച് ചർച്ച ചെയ്യുക, എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് സെക്സ് നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സംഗതി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതായത് എങ്ങനെയുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ് അവർക്ക് വേണ്ടത്. ചിലവർക്ക് ഫിയേഴ്സ് ഉണ്ടാവും, ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ. അപ്പോൾ സൈക്കോളജിക്കലായുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പറ്റുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണെന്നൊക്കെ മനസ്സിലാക്കുക. ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാൻ, രണ്ടുപേരും കൂടി കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, ട്രോമ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഡീൽ ചെയ്യാം. ചില ആളുകൾക്ക് കല്യാണം പറഞ്ഞ് ഭയങ്കര പേടിയായിരിക്കും, എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്, അല്ലെ? വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട്. ചിലപ്പോൾ അവർക്ക് വേറെ റിലേഷൻഷിപ്പിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ട്രോമ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും ഒക്കെ, അല്ലേ? ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി സൈക്കോളജിസ്റ്റിനെ കണ്ട് രണ്ടുപേരും അങ്ങനെ കുറച്ച് സെറ്റായിട്ട് അടിപൊളിയായിട്ടൊക്കെ വരിക. അതേപോലെ ഇപ്പോൾ മയേഴ്സ് ബ്രിഗ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ MBTI സൈക്കോളജിയുടെ ഭാഗമായ ഒരു സാധനം, MBTI പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഒരു മേഖല, അതിൽ ഏതാണ് 16 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അത് ഏതാണെന്നൊക്കെ നോക്കുക. ചിലവരതിലൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ, വിശ്വസിക്കണവരുടെ കാര്യം അറിയണേ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഒരു അഫിനിറ്റി എന്താ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലേ? പിന്നെ ചില ആളുകൾ പറവറാന്ന് സംസാരിക്കുന്ന ആളായിരിക്കും, ഒരാൾ മറ്റേ ആൾക്ക് തീരെ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായില്ലായിരിക്കും. അതുപോലെ നമുക്ക് സെറ്റാവാത്ത ചില ട്രൈറ്റ്സ്
ചില പ്രത്യേകതകൾ അപ്പുറത്തെ ആൾ നമ്മുടെ പാർട്ട്ണറിനുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ബാത്റൂം ക്ലെൻലിനെസ്, ബാത്റൂം ഹാബിറ്റ്സ്, അതിനെന്താ പറയുക, അതായത് ചിലർ ഭയങ്കര ഓർഡേർഡായ രീതിയിൽ ലൈഫായിരിക്കും ഉണ്ടായിരിക്കാം, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. ചിലവർക്ക് അങ്ങനെ ആവില്ല ഉണ്ടാവുക, സാധാരണ മനുഷ്യന്മാർ ജീവിക്കണ പോലെ ലെവലിൽ അവർക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് 24 കാലത്തിൽ ഫഹദ് വാസിലില്ലേ, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, നമ്മൾ എന്താ അതിനെന്തോ അവൾ പറയണ്ടല്ലോ, വൃത്തിരാക്ഷസനോ, എന്താ സംഗതി. ചിലവർക്ക് അങ്ങനെ ആളുകൾ സെറ്റാവും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ മോശം എന്നല്ല കേട്ടോ, അവരുടെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരിക്കും. ചിലർക്ക് ഈ കമ്പൾസീവ് ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ചില സാധനങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് അവർക്ക് ഭയങ്കര ദേഷ്യമാവും, അവർ പറയണതിന് എതിരഭിപ്രായം പറഞ്ഞാൽ അവർക്കും സഹിക്കാൻ കഴിയില്ല, വയലൻ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ക്ഷമയൊക്കെ കുറവായിരിക്കും പലർക്കും അല്ലേ, അങ്ങനെ ഇതായിരിക്കും. പിന്നെ വേറെ കാര്യങ്ങൾ, നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കുന്ന ടീംസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണ് കാണാൻ വരുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരാളായിരിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള അവസ്ഥ. കാരണം ഈ പ്രേമിക്കുന്ന സമയത്തോ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കണില്ല. നമ്മൾ അയാളുടെ ഡ്രസ്സിങ്, അയാളുടെ ഷർട്ടിൻ്റെ കളറ്, അയാളുടെ ചിരി, അതേപോലെ അയാളുടെ നോട്ടം, അയാൾ എത്രത്തോളം സെഡക്റ്റീവായിട്ടാണ് നമ്മളെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, നമുക്ക് ഭക്ഷണം വാങ്ങി തരും, ഇതൊക്കെ ഒരു പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവുക. കണ്ണും ഇതൊക്കെയാവും. പക്ഷേ അതാവണമെന്നില്ല. ശരിക്കുള്ള ലൈഫിൽ മേക്കപ്പ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് അയാളുടെ വീക്ക് പോയിൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് അയാളുടെ ന്യൂഡിറ്റി നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഈ ഒരു ക്യൂരിയോസിറ്റി പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ സാധാരണ കണ്ടുപരിചയിച്ച ഒരാളല്ല ആ ഒരു ഇൻറ്റിമസി ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് ചിലവർക്ക് താങ്ങാൻ കഴിയില്ല, അയാളുടെ സെക്ഷൽ പ്രിഫറൻസ് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല. അതേപോലെ ഇമോഷണൽ നീഡ്സ്, സെക്ഷൽ നീഡ്സ്, ഫിനാൻഷ്യൽ നീഡ്സൊന്നും പലപ്പോൾ നമുക്കും സെറ്റാവില്ല, കരിയർ നീഡ്സൊന്നും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുക. പണ്ട് എനിക്കിതുണ്ടായിരുന്നു, ഇപ്പോൾ ട്യൂബർകുലോസിസ് ഉണ്ടെങ്കിൽ അതായിരുന്നു, അല്ലെങ്കിൽ പണ്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത്, മരുന്ന് വല്ലതും കഴിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. ഡയബറ്റിക് ആണെങ്കിൽ അത്, ഫുഡ് ഹാബിറ്റ്സ് എന്താണ് അതിനെക്കുറിച്ചൊക്കെ ധാരണ വയ്ക്കുക. കാരണം ഇത് പക്ക പ്രാക്ടിക്കലായ ഒരു കാര്യത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരും ടൈം പാസിന് വേണ്ടി കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കാലെങ്കിലും കൂടെ ഉണ്ടായിരിക്കണമല്ലോ അറ്റ്ലീസ്റ്റ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, തീരെ കല്യാണം സെറ്റാവാതിരിക്കുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന് എന്തിനാണ് ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നത്, കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക. മറ്റേത് നമുക്ക് കൂടുതൽ ട്രോമയാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുക. പിന്നെ ഈ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് കലിപ്പനും കാന്താരിയും വൈബായിരിക്കും, ചില പാർട്ട്നേഴ്സിന് സെറ്റാവും ഉണ്ടാവുക. ചില ആളുകൾക്ക് ഒരാൾ കാന്താരി പോലെ മറ്റാൾ അങ്ങനെ കലിപ്പം പോലെ ആവില്ല, അയ്യേ ഇതെന്താ ഇതിങ്ങനെ വിചാരിക്കണ്ടാവും. ചിലവർക്ക് വളരെ ക്ലിങ്ങി ആയിട്ടുള്ള ഒരാളെ വേണ്ടി വരിക. പക്ഷെ മറ്റാൾ ഇപ്പോൾ വൈഫ് ഞാൻ പറയുന്നത് കേൾക്കണം, എന്നെ ചേട്ടായി എന്ന് വിളിക്കണം. പക്ഷേ ഭാര്യയ്ക്ക് ഇന്ന ചെറ്റ എന്നുള്ള രീതിയിൽ കൂടി പരിഗണന ഇല്ല എന്നൊക്കെ ചിലവർക്ക് തോന്നും. ഈഗോ കോംപ്ലക്സ് ഒക്കെ വർക്ക് ചെയ്യും. ഭാര്യയ്ക്ക് ചിലപ്പോൾ ജോലി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യന് സംശയമായിരിക്കും, വീട്ടിലിരുന്നാലും സംശയമായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ട്രോമ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കും, സംശയരോഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നേരത്തെ കുട്ടി സെൻസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റ് രണ്ടുപേരും പോയിരുന്ന് കാണുക. അപ്പോൾ നമുക്കൊരു അവരെ കുറച്ച് ക്രൈറ്റീരിയകളും സാധനങ്ങളും ഇതൊക്കെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ധാരണ കിട്ടുന്നുണ്ടായിരിക്കും. ഷമ്മി ഹീറോ യാടാന്നാവും ചിലപ്പോൾ അവസാനം നമ്മൾ കെട്ടാൻ പോണ ചെങ്ങായിയുടെ അവസ്ഥയും. ഷമ്മി മാത്രമല്ല, ഷമ്മിച്ചി പെണ്ണും ആയിരിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ സെക്ഷൽ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കുക. ചിലവർ ലെസ്ബിയനായിരിക്കും, ചിലവർ ട്രാൻസ് ആയിരിക്കും, ചില ആളുകൾ പറഞ്ഞ പോലെ ബൈ ആയിരിക്കാം അല്ലേ, ബൈസെക്ഷലായിരിക്കാം, ചിലർ ഹോമോ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോൾ അവർക്ക് സെക്ഷൽ ഓറിയൻറ്റേഷൻ മനസ്സിലായിട്ടുണ്ടാവില്ല. കല്യാണം കഴിക്കുമ്പോൾ ഇൻറ്റിമസി ടൈമിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുണ്ടായിരിക്കുക. പിന്നെ ചിലവർ ഒരു ആർട്ട് മേഖലയിൽ കൂടുതൽ ഇൻവോൾവ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, ചിലർ പക്ക ബിസിനസ് മേഖലയിലായിരിക്കാം, ചിലപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റാവില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. പലപ്പോഴും ആളുകൾ ഇതല്ല ചെയ്യണത്, അവർ സംസാരിക്കും വേറെ പല സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിക്കോട്ടെ, ഇതൊക്കെ സംസാരിച്ചാൽ കുറച്ചുകൂടി ലൈഫ് അടിപൊളിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. വേറെ എന്തെങ്കിലും സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നല്ല സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും കാര്യങ്ങൾ മനസ്സിലാവാൻ സാധിക്കും. പിന്നെ വേറെ കാര്യം അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ.